5 തരം നിസ്കാരക്കാരുണ്ട്. അപ്പൊ നമ്മളെ നിസ്കാരം ഏതാന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമത്തെ ലാലിമുന്തി നഫ്സി ഇതാണ്. എന്താ ഒന്നാമത്തെ ആള്? നിസ്കരിക്കാണ്, അതിനോട് യാതൊരു നീതി പുലർത്തും. ഒന്നെടുക്കുമ്പോൾ മുഴുവൻ അവയവങ്ങൾ നനഞ്ഞോ നോക്കൂല. ഈ നിസ്കാരം ഏതാന്ന് ഓർമ്മ ഉണ്ടാവില്ല, എങ്ങനെയെന്ന് ഓർമ്മ ഉണ്ടാവില്ല. പ്രാർത്ഥന ചെല്ലിയിൽ ഇറക്കകത്ത് ഏതാ, ഇറക്കകത്ത് 3 എണ്ണായോ 4 എണ്ണായോ 2 എണ്ണായോ ഒരു ബോധമില്ലാത്ത ഒരു നിസ്കാരം. അത് ശരിക്കും എന്താ വെച്ചാൽ അയാൾക്കൊരു കൂലിട്ടാനല്ല, പടച്ചെടുത്തൊരു ശിക്ഷ കിട്ടാനുള്ളൂ. അപ്പോൾ വൈലുല്ലിൽ മുസല്ലി എന്നാണ് അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. നിസ്കരിക്കുക എന്നുള്ള ഒരു കടമ കഴിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു പരിപാടി. അങ്ങനെ നിസ്കരിക്കുന്ന ആൾക്കാണ്. ഒരു വരുന്നവും പോണതും അറിയില്ല, അത്ര പെട്ടെന്ന് പരിപാടി കഴിഞ്ഞ് പോകുന്നതാണ്. ഒന്നിലും പൂർണ്ണതല്ലാത്ത ആൾക്കാർ. രണ്ടാമത്തെ എന്താ വെച്ചാൽ നോക്കിയ നിസ്കാരത്തിൻ്റെ ഒക്കെ ഉണ്ടാവും, അതിൻ്റെ അർക്കാനുകളും എല്ലാ കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുന്നതാണ്. പക്ഷെ മനസ്സ് മാത്രം നിസ്കാരത്തിൽ എത്തിയിട്ടുണ്ട്. അതാ രണ്ടാമത്തെ വിഭാഗം. ഏത്? നിസ്കാരത്തിൻ്റെ എല്ലാ പരിപാടിയും റുക്കൂ സുജൂദും ഒക്കെ ഉണ്ടാവും, ചിലരൊക്കെ ചെയ്യും, പക്ഷേ മനസ്സ് മാത്രം നിസ്കാരത്തിലില്ല. നിസ്കാരത്തിൽ എവിടെയോ എന്തെയോ ആലോചിച്ച് നിൽക്കുന്ന 2. മൂന്നാമത്തെ നിസ്കാരക്കാരൻ ആലോചിച്ചാൽ, മൂന്നാമത്തെ നിസ്കാരം എന്ന് പറഞ്ഞാൽ നിയമങ്ങളെല്ലാം കൃത്യമായി പാലിക്കും, അതേപോലെ തന്നെ ചിന്തകളെ നിയന്ത്രിക്കും. പക്ഷേ അതേ സമയം എന്ത് ചെയ്യും, ചില സന്ദർഭങ്ങളിലൊക്കെ ചില അശ്രദ്ധകൾ വന്നു പോകും. അയാൾ പരമാവധി ശ്രമിച്ചിട്ടും വെറുതെ അയാൾക്ക് പ്രതിഫലം ഉണ്ടാവും, യാതൊരു സംശയമില്ല. എന്നാൽ 4ാമത്തെ ഘട്ടത്തിൽ അതിലും അതിനപ്പുറത്തൊന്നുമില്ല. എല്ലാ നിയമങ്ങളും പാലിച്ച് എല്ലാം കൃത്യതയോടെ നിർവഹിച്ച് ആ നമസ്കാരത്തിന് സമ്പൂർണമായ ശ്രദ്ധ, അത് നിസ്കാരത്തിൽ മാത്രമല്ല, നിസ്കാരത്തിലേക്ക് വരുമ്പോഴും പുറപ്പെടുമ്പോഴും അതിൻ്റെ ഉളുവിലും എല്ലാം ആ നിസ്കാരം എന്നതിൻ്റെ പ്രാധാന്യത്തെ എല്ലാ നിലക്കും പരിഗണിച്ചു കൊണ്ടുള്ള ഒന്നാണ്. 5ാമത്തത് പറയുമ്പോൾ ഇതിൻ്റെ അപ്പുറത്തേക്ക് എന്താ പറയുന്നത്? 5ാമത്തതിൽ പറയുന്നത് എന്താ വെച്ചാൽ പൂർണ്ണമായ ജീവിതത്തിൽ പരിപൂർണമായ ഭക്തി പുലർത്തി എല്ലാ നിഷിദ്ധങ്ങളിൽ നിന്നും വിട്ടുനിന്ന് ഒരു പരിപൂർണത സൂക്ഷ്മത പാലിക്കുന്ന ഒരു വ്യക്തിൻ്റെ നിസ്കാരത്തിൽ മാത്രം ശ്രദ്ധ പുലർത്തുന്ന ഒരാൾ നിസ്കാരം പോലെ അല്ലാതെ ജീവിതം മുഴുവനും ശ്രദ്ധ പുലർത്തുന്ന ഒരാൾക്ക് നിസ്കാരത്തിലും അതീവമായ ശ്രദ്ധ പുലർത്താൻ സാധിക്കുമെന്നാണ്. അങ്ങനെ നിസ്കരിക്കുമ്പോൾ അവൻ അള്ളാഹുവിൻ്റെ മുഖറബാവുന്നത്, അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്ത ആളാവുന്നത്. ഏതായിരുന്നാലും നിസ്കാരത്തിന് പ്രതിഫലം ലഭിക്കുന്ന രൂപത്തിൽ നിസ്കാരം നിർവഹിക്കാൻ ശ്രമിക്കണം.